Hi friends, welcome to Mathematics Online Learning. ഇന്നത്തെ സെഷൻ adjoint and inverse of a matrix ആണ്. ഫസ്റ്റ് നമുക്ക് adjoint എന്താണെന്ന് നോക്കാം. The adjoint of a square matrix is defined as the transpose of the cofactor matrix. ലാസ്റ്റ് സെഷൻ നമ്മൾ cofactor matrix എന്താണെന്ന് കണ്ടിരുന്നു. ആ cofactor matrixന്റെ transpose ആണ് എന്ത്? adjoint. Adjoint of this matrix A is denoted by ഇങ്ങനെ എ ഡി ജെ എന്ന് എഴുതിയാൽ മതി. ഫസ്റ്റ് 3 ലെറ്റേഴ്സ് എഴുതിയാൽ മതി. എ ഡി ജെ എന്ന് പറഞ്ഞാൽ അഡ്ജോയിൻ്റ് ഓഫ് എ എന്നാണ്. അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിന് ട്രാൻസ്പോസ് ആണ്. ഒന്ന് ഓർത്തിരിക്കുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. മെട്രിക്സ് എ ഈക്വൽ ടു 2 3 1 4 ഇതിൻ്റെ അഡ്ജോയിൻ്റ് കാണണം. അപ്പോൾ ഫസ്റ്റ് എന്ത് കാണണം? കോഫാക്ടർ കാണണം അല്ലേ? അപ്പോൾ നമുക്ക് കോഫാക്ടർ ഓഫ് 2 ഈസ് ഈക്വൽ ടു ഇത് എഴുതുന്നത് മൈനസ്, അതായത് മെട്രിക്സിൻ്റെ ഓർഡർ A11 A12 A21 A22 ഇങ്ങനെയാണ് പൊസിഷനിലെ എലമെൻറ്റ്സ് വരുന്നത്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആകുമ്പോൾ A11, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം A12 നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? ഈ പൊസിഷൻ വെച്ചിട്ടാണ് ഇതിൻ്റെ സൈൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് 2വിൻ്റെ സൈൻ എന്ന് പറയുന്നത് -1 ഇവിടുത്തെ സഫിക്സ് 1 + 1 വരും. ഇനി 2 ഉള്ള റോയും 2 ഉള്ള കോളം ഒഴിവാക്കിയാൽ കിട്ടുന്ന എലമെൻറ്റ് 4 ഈക്വൽ ടു -1/2 വരുമ്പോൾ ഈവൻ ആണ്. അതുകൊണ്ട് അത് ഈവൻ സംഖ്യ വരും, 4 വരും. ഇത് കാണാൻ നമ്മളൊരു എളുപ്പവഴി കണ്ടിരുന്നു. ഫസ്റ്റ് പ്ലസ് പിന്നെ മൈനസ് മൈനസ് പ്ലസ് അല്ലേ? ഇത് ഓൾട്ടർനേറ്റീവായിട്ട് പ്ലസ് മൈനസ്. ഫസ്റ്റ് എപ്പോഴും പ്ലസ് ആയിരിക്കും, പിന്നെ മൈനസ് അടുത്ത 3/3 ആണ്, അടുത്ത പ്ലസ് മൈനസ് ഇങ്ങനെ പോകും. താഴോട്ടും ഇതുപോലെ പ്ലസ് കഴിഞ്ഞ് താഴെ ഓൾട്ടർനേറ്റീവായിട്ട് പ്ലസ് മൈനസ് വരും, മൈനസ് പ്ലസ് ഇങ്ങനെ പോകും. അപ്പോൾ ഓർഡർ അനുസരിച്ച് ഓൾട്ടർനേറ്റീവായിട്ട് പ്ലസ് മൈനസും കൊടുത്താൽ മതി. മൈനർ കണ്ടിട്ട് കോഫാക്ടർ കാണുമ്പോൾ സൈൻ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ, അടുത്തത് കോഫാക്ടർ ഓഫ് 3 ഈസ് ഈക്വൽ ടു -1/2 അതിൻ്റെ പൊസിഷൻ 1 2 ആണ്, A12 ആണ്. അപ്പോൾ -1/1 + 2 വരും. ഇനി 3 ഉള്ള റോയും 3 ഉള്ള കോളം ഒഴിവാക്കിയാൽ ബാക്കി എലമെൻറ്റ് 1 ഈക്വൽ ടു ഇവിടെ മൈനസ് വരും, -1/3 ആണ്. അത് ഈ ഓഡ് നമ്പറാണ്, അതുകൊണ്ട് -1 × 1 വരും. അപ്പോൾ -1 കിട്ടും. അടുത്തതിൻ്റെ സൈൻ ഇവിടെ മൈനസ് ആണ്. ഇതിങ്ങനെ എഴുതണമെന്നില്ല, നിങ്ങൾ നേരിട്ട് സൈൻ എഴുതിയാലും മതി. അടുത്ത കോഫാക്ടർ ഓഫ് 1 ഈക്വൽ ടു -1/1 ഉള്ളതിൻ്റെ പൊസിഷൻ 2 1 ആണ്. എന്നിട്ട് -1/2 + 1 അതിൻ്റെ 1 ഉള്ള റോയും 1 ഉള്ള കോളം ഒഴിവാക്കിയാൽ കിട്ടുന്ന എലമെൻറ്റ് 3. ഇത് വീണ്ടും ഓഡ് നമ്പറാണ് വരുന്നത്, -1/3. ഇത് നെഗറ്റീവ് വരും, -3 കിട്ടും. ഇവിടെയാണ് സൈൻ നെഗറ്റീവ് എടുക്കുക. അടുത്ത കോഫാക്ടർ ഓഫ് 4 ഈസ് ഈക്വൽ ടു -1/4. 4ൻ്റെ പൊസിഷൻ 2 2 ആണ്. അപ്പോൾ 2 + 2 വരും. ഇനി 4 ഉള്ള റോയും 4 ഉള്ള കോളം ഒഴിവാക്കുക, എലമെൻറ്റ് 2 കിട്ടും. ഈക്വൽ ടു -1/4 2. അതായത് ഇത് ഈവനായി, ഇപ്പോൾ 2 കിട്ടും. ഇപ്പോൾ 2ൻ്റെ പൊസിഷൻ ഇവിടെ പോസിറ്റീവാണ്. അപ്പോൾ പൊസിഷൻ നോക്കിയിട്ടാണ് നെഗറ്റീവാണോ പോസിറ്റീവാണോ തീരുമാനിക്കുന്നത്. ഓക്കെ, പിന്നെ കോഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഡ്ജോയിൻറ്റ് കാണാം. അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. അഡ്ജോയിൻറ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു കോഫാക്ടർ ഓഫ് എ ട്രാൻസ്പോസ്. കോഫാക്ടർ കിട്ടിയ മെട്രിക്സ് ഒന്ന് എഴുതാം. -4 -1 -3 2 ഇതിൻ്റെ ട്രാൻസ്പോസ് ഈക്വൽ ടു ട്രാൻസ്പോസ് എടുക്കുമ്പോൾ റോ കോളാകും, കോളം റോ ആകും. അപ്പോൾ ഫസ്റ്റ് റോ 4 -1 അത് കോളാക്കുക, 4 -1. സെക്കൻഡ് റോ 3 -3 2 ഇത് കോളായിട്ട് എഴുതാം, -3 2. ഇതാണ് അഡ്ജോയിൻ്റ് കിട്ടിയത്. അപ്പോൾ അഡ്ജോയിൻ്റ് കാണണമെങ്കിൽ കോഫാക്ടർ കണ്ടിട്ട് അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ അഡ്ജോയിൻ്റ് കാണാൻ പഠിച്ചു. ഇനി നമുക്ക് ഇൻവേഴ്സ് കാണുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഇപ്പോൾ ഇൻവേഴ്സ് കാണണമെങ്കിൽ കുറച്ച് തിയറംസ് അറിയണം. നോക്കാം. ഫസ്റ്റ് സിംഗുലാർ മെട്രിക്സ് എന്താണെന്ന് അറിയണം.
എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി സിംഗുലർ ഇഫ് ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0. അതായത് ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എടുക്കുമ്പോൾ 0 ആണെങ്കിൽ ആ മെട്രിക്സ് സിംഗുലാർ മെട്രിക്സ് ആയിരിക്കും. ഈ എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എടുത്താൽ ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു, ഇത് 2/2 മെട്രിക്സ് ആണ്, അതുകൊണ്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി. 1 × 8 മൈനസ് 4 × 2 ഈക്വൽ ടു 8 മൈനസ് 8 ഈക്വൽ ടു 0. ഇവിടെ ഡിറ്റർമിനന്റ് എടുത്തപ്പോൾ 0 ആണ് കിട്ടിയത്, അതുകൊണ്ട് ഈ മെട്രിക്സ് ഒരു സിംഗുലാർ മെട്രിക്സ് ആണ്. നെക്സ്റ്റ് നോൺ സിംഗുലാർ മെട്രിക്സ് ആണ്. എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് സെഡ് ടു ബി നോൺ സിംഗുലാർ ഇഫ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0. അതായത് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോൺ സിംഗുലാർ. ഇത് മാറിപ്പോകാതിരിക്കുക, ഇങ്ങനെ ഓർത്തത് മതി. നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ നോൺ സിംഗുലാർ, നോട്ട് ഈക്വൽ ടു 0 വന്നാൽ നോൺ സിംഗുലാർ. ഈ എക്സാമ്പിൾ നോക്കാം. ഇതിൻ്റെ ഡിറ്റർമിനന്റ് എ ഈസ് ഈക്വൽ ടു, ഡിറ്റർമിനന്റ് എടുത്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ചെയ്യുക. 1 × 4 മൈനസ് 2 × 3, 4 മൈനസ് 2 × 3 6 ഈക്വൽ ടു -2 വരും, നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് ഈ മെട്രിക്സ് ഒരു നോൺ സിംഗുലാർ മെട്രിക്സ് ആണ്. അപ്പോൾ സിംഗുലാർ എന്താണ്, നോൺ സിംഗുലാർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇനി 2-3 തിയറംസ് ഉണ്ട്. ഫസ്റ്റ് തിയറം, if A and B are non-singular matrices of the same order, then AB and BA are also non-singular matrices of the same order. എയും ബിയും നോൺ സിംഗുലാർ മെട്രിസസ് ആണെങ്കിൽ എ ബി, അതിൻ്റെ പ്രൊഡക്റ്റ് എ ബിയും ബി എയും നോൺ സിംഗുലാർ മെട്രിസസ് ആയിരിക്കും. നെക്സ്റ്റ് തിയറം പറയുന്നത്, ദ ഡിറ്റർമിനന്റ് ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് മെട്രിസസ് ഈസ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ റെസ്പെക്റ്റീവ് ഡിറ്റർമിനന്റ്. അതായത് ഇതാണ് ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു അതിൻ്റെ പ്രൊഡക്റ്റ് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആയിരിക്കും. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി, തിയറംസ് ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇൻവേഴ്സ് എങ്ങനെയാണ് വരുന്നത്, ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് തിയറംസ് നോക്കുന്നത്. നെക്സ്റ്റ് തിയറം, എ സ്ക്വയർ മെട്രിക്സ് എ ഈസ് ഇൻവേർട്ടബിൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ ഈസ് നോൺ സിംഗുലാർ മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണെങ്കിൽ അതൊരു നോൺ സിംഗുലാർ മെട്രിക്സ് ആയിരിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറാണ്. അതായത് നോൺ സിംഗുലാർ മെട്രിക്സിന് മാത്രമാണ് ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രമാണ് അതിന് ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഇനി ഇതിൽ നിന്ന് അടുത്തൊരു തിയറം, ഇഫ് എ ബി എനി ഗിവൺ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, then A into adjoint of A equal to adjoint of A into A equal to determinant of A into I. ഇതിൽ നിന്നാണ് നമ്മൾ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, എ ഇൻവേഴ്സ് ഇതിൽ നിന്ന് നമ്മൾ എ കൊണ്ട് ഡിവൈഡ് ചെയ്ത് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്സ്, അതിൻ്റെ ഡെറിവേഷൻ്റെ ആവശ്യമില്ല, ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ ഇക്വേഷൻ മാത്രം ഒന്ന് ഓർത്തിരുന്നാൽ മതി. പിന്നെ ഒരു മെട്രിക്സ് ഇൻവേർട്ടബിൾ ആണെങ്കിൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0, ഈ രണ്ട് കാര്യം ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇൻവേർട്ടബിൾ ആകണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. പിന്നെ ഇക്വേഷൻ എ ഇൻവേഴ്സ് ഈക്വൽ ടു 1/ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. അപ്പോൾ നമുക്ക് അഡ്ജോയിന്റ് ഓഫ് എ നമ്മൾ കാണാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അതിനെ ഡിറ്റർമിനന്റ് ഓഫ് എ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എ ഇൻവേഴ്സ് കിട്ടും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ തന്നിട്ടുണ്ട്, എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് എ ഈക്വൽ ടു 1 3 3 1 4 3 1 3 4. ഇതിൻ്റെ ഫസ്റ്റ് നമുക്ക് എ ഇൻവേർട്ടബിൾ ആണോ അല്ലയോ എന്നറിയണം. അതിന് ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടു നോക്കണം. അതായത് നോൺ സിംഗുലർ ആയിട്ടുള്ള മെട്രിക്സ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണെന്ന് പറയുമ്പോൾ നോൺ സിംഗുലർ ആയിട്ടുള്ളൊരു മെട്രിക്സിന് മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കത് ഫസ്റ്റ് ചെക്ക് ചെയ്യാം. ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഉള്ള റോയും കോളം ഒഴിവാക്കുക, ബാക്കി ഡിറ്റർമിനന്റ് 4 3 3 4 മൈനസ് 3 ഇൻറ്റു 3 ഉള്ള റോയും കോളം ഒഴിവാക്കുക, ബാക്കി ഡിറ്റർമിനന്റ് 1 3 1 4. നെക്സ്റ്റ് പ്ലസ് 3 ഇൻറ്റു 3 ഉള്ള റോയും കോളം ഒഴിവാക്കിയാൽ ബാക്കി 1 4 1 3 equal to 1 into 4 into 4 16 minus 3 into 3 9 minus 3 into 1 into 4 4 minus 1 into 3 3 plus 3 into 1 into 3 3 minus 1 into 4 4
is equal to 16 minus 9. 7 minus 3 into 4 minus 3 1 plus 3 into 3 minus 4 minus 1 is equal to 7 minus 3 minus 3 is equal to 7 minus 6 equal to 1 കിട്ടും. Not equal to 0. അതുകൊണ്ട് മെട്രിക്സ് എ not equal to 0 എന്ന് കിട്ടി. സോറി, ഡിറ്റർമിനന്റ് ഓഫ് എ not equal to 0 എന്ന് കിട്ടി. Therefore A is invertible. അപ്പോൾ ഇനി A ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ A ഇൻവേഴ്സ് ഈക്വൽ ടു 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് എ കാണണം. അഡ്ജോയിൻ്റ് ആണെങ്കിൽ കോഫാക്ടർ മെട്രിക്സ് എഴുതണം അല്ലേ. അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ കോഫാക്ടർ ഓഫ് എയുടെ ട്രാൻസ്പോസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് കോഫാക്ടർ കാണണം. ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടർ കാണാം. കോഫാക്ടർ ഓഫ് ഇത് ഡിനോട്ട് ചെയ്യാൻ ക്യാപിറ്റൽ A11 എഴുതിയാലും മതി കേട്ടോ. മാറിപ്പോകാതിരിക്കാൻ ഞാൻ എഴുതുന്നേ ഉള്ളൂ. കോഫാക്ടർ ഓഫ് ഫസ്റ്റ് എലമെൻറ്റ്. മെട്രിക്സ് ഒന്ന് എടുത്ത് എഴുതാൻ എളുപ്പമുണ്ട്. 1 3 3 1 4 3 1 3 4 1 3 3 1 4 3 1 3 4. കോഫാക്ടർ ഓഫ് 1 ഈസ് ഈക്വൽ ടു സൈൻ ഇങ്ങനെ എഴുതിയാൽ മതി. മൈനസ് പ്ലസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ്, അടുത്തത് ഇവിടെ പ്ലസ് വരും, മൈനസ് പ്ലസ്. ഓക്കെ, ആദ്യത്തെ പ്ലസ് ആണ് സൈൻ. അപ്പോൾ 1 ഉള്ള റോയും 1 ഉള്ള കോളും ഒഴിവാക്കിയാൽ കിട്ടുന്ന ഡിറ്റർമിനന്റ് ഇതാണ് 4 3 3 4 ഈക്വൽ ടു 16 മൈനസ് 9 കിട്ടും. ഈക്വൽ ടു 7. പോസിറ്റീവ് ആണ് കേട്ടോ. ഫസ്റ്റ് എലമെൻറ്റ് പോസിറ്റീവ് ആണ്. സെക്കൻഡ് കോഫാക്ടർ ഓഫ് 3. നെക്സ്റ്റ് എലമെൻറ്റ് 3 ആണ്. 3 ഉള്ള റോയും 3 ഉള്ള കോളും ഒഴിവാക്കിയാൽ ഇവിടെ മൈനസ് സൈൻ ആണ് അല്ലേ. സെക്കൻഡ് മൈനസ് സൈൻ കൊടുക്കുക. എന്നിട്ട് ഇവിടെ പ്ലസ് ആയിരുന്നു. ബാക്കി ഡിറ്റർമിനന്റ് 1 3 1 4 ഈക്വൽ ടു 4 മൈനസ് 3. 4 മൈനസ് 3 1 വരും. പുറത്തൊരു -1 ഉണ്ട്. അപ്പോൾ -1 ആണ് ആൻസർ. അടുത്ത് കോഫാക്ടർ ഓഫ് ലാസ്റ്റ് 3. ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് എലമെൻറ്റ് 3 ആണ്. ഈക്വൽ ടു ഇവിടെ പ്ലസ് സൈൻ ആണ്. ത്രീ ഉള്ള റോയും 3 ഉള്ള കോളും ഒഴിവാക്കിയാൽ 1 4 1 3 ഈക്വൽ ടു 3 മൈനസ് 4 ഈക്വൽ ടു -1 വരും. ഇത് ശരിക്കും പോസിറ്റീവ് സൈൻ ആണ്, പക്ഷേ അകത്ത് നെഗറ്റീവ് വരും. അതുകൊണ്ട് ഒരു -1 വരും. അടുത്ത കോഫാക്ടർ ഓഫ് ആണ്. ഈക്വൽ ടു പറ്റുന്നവർ -1 എഴുതുക. സഫിക്സ് ഒക്കെ അറിയാം, അതുകൊണ്ട് അത് എഴുതി ചെയ്താൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഇങ്ങനെ സൈൻ ഇട്ടാൽ മതി പുറത്ത്. ഓക്കെ, കോഫാക്ടർ ഓഫ് 1 ഈസ് ഈക്വൽ ടു 1 ഉള്ള റോയും കോളും ഒഴിവാക്കിയാൽ ഇവിടെ സൈൻ നെഗറ്റീവ് ആണ് അല്ലേ. -1 ഇൻറ്റു 3 3 3 4 വരും. ഈക്വൽ ടു 3 into 4 12 minus 3 into 3 9 ഈക്വൽ ടു -1 ഇൻറ്റു 12 മൈനസ് 9 3 ആണ്. -3 കിട്ടും. അടുത്ത കോഫാക്ടർ ഓഫ് 4 ആണ്. അവിടുത്തെ സൈൻ പോസിറ്റീവ് ആണ്. ഇനി ഞാൻ ഡിറ്റർമിനന്റ് എഴുതാതെ ചെയ്യുകയാണ്. 4 ഉള്ള റോയും 4 ഉള്ള കോളും ഒഴിവാക്കിയാൽ ബാക്കി എക്സ്പാൻഡ് ചെയ്താൽ 4 മൈനസ് 3 കിട്ടും. 4 മൈനസ് 3 ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ഇവിടെ 1 വരും. കോഫാക്ടർ ഓഫ് നെക്സ്റ്റ് 3 ആണ്. സെക്കൻഡ് റോ ലാസ്റ്റ് എലമെൻറ്റ് 3.
അടുത്ത സൈൻ നെഗറ്റീവാണ്. 3 ഉള്ള റോയും കോളം ഒഴിവാക്കിയാൽ നെഗറ്റീവ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3 - 3 കിട്ടും. അപ്പോൾ 0 ആണത്. 3 - 3 വരും, =0 വരും. അടുത്തത് കോഫാക്ടർ ഓഫ് 1 ആണ്. അടുത്ത സൈൻ പോസിറ്റീവാണ് അല്ലേ. 1 ഉള്ള റോയും കോളം ഒഴിവാക്കിയാൽ ബാക്കി ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്താൽ 9 - 12 വരും. പോസിറ്റീവ് സൈൻ ആണ്. 9 - 12 -3 കിട്ടും. -3 വരും. പോസിറ്റീവ് 1 ആട്ടോ. +1 × -3. അടുത്ത കോഫാക്ടർ ഓഫ് 3 ആണ്. സൈൻ നെഗറ്റീവ് ആണ് അല്ലേ. സൈൻ നെഗറ്റീവ് ആണ്. 3 ഉള്ള റോയും കോളം ഒഴിവാക്കിയാൽ എക്സ്പാൻഡ് ചെയ്യുക. 1 3 1 3 കിട്ടും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3 - 3 വരും. ഇത് 0 ആയി പോകും. അടുത്ത കോഫാക്ടർ ഓഫ് ലാസ്റ്റ് എലമെന്റ് 4. സൈൻ പോസിറ്റീവ് ആണ്. 4 ഉള്ള റോയും 4 ഉള്ള കോളം ഒഴിവാക്കിയാൽ എക്സ്പാൻഡ് ചെയ്താൽ 4 - 3 പോസിറ്റീവ് സൈൻ 4 - 3 1. അപ്പോൾ 1 കിട്ടും ആൻസർ. ഓക്കെ, നമുക്ക് കോഫാക്ടർ മെട്രിക്സ് ഒന്ന് എഴുതാം. ഫസ്റ്റ് നമുക്ക് കിട്ടിയ എലമെന്റ് +7 -1 -1 7 -1 -1. അടുത്ത -3 1 0 -3 1 0. ലാസ്റ്റ് -3 0 1 -3 0 1. ഇതാണ് കോഫാക്ടർ മെട്രിക്സ്. ഇനി നമുക്ക് അഡ്ജോയിൻ്റ് എഴുതണം. അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോഫാക്ടറിൻ്റെ ട്രാൻസ്പോസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. മെട്രിക്സിൻ്റെ 7 - 1 -1 -3 1 0 -3 0 1ൻ്റെ ട്രാൻസ്പോസ് അതായത് കോഫാക്ടർ ട്രാൻസ്പോസ് ആണ് എന്ത് അഡ്ജോയിൻ്റ് ഓഫ് എ. ഇത് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളാവും 7 -1 -1. സെക്കൻഡ് റോ സെക്കൻഡ് കോളാവും -3 1 0. ലാസ്റ്റ് റോ -3 0 1. ഓക്കെ, ഇപ്പം നമുക്ക് അഡ്ജോയിൻ്റ് കിട്ടി. ഇതാണ് അഡ്ജോയിൻ്റ് ഓഫ് എ. ഇനി ഇൻവേഴ്സ് കാണാൻ എളുപ്പമാണ്. 1/det ഓഫ് എ ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ ആണ് എ ഇൻവേഴ്സ്. നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ കിട്ടിയത് എത്രയായിരുന്നു? 1 ആയിരുന്നു അല്ലേ. ഡിറ്റർമിനന്റ് ഓഫ് എ 1 ആണ് കിട്ടിയത്. ഡിറ്റർമിനന്റ് ഓഫ് എ = 1 ആണ്. അപ്പോൾ ഡിവൈഡ് ചെയ്യാനൊന്നുമില്ല, 1/1 തന്നെ വരും. ഇനി അഡ്ജോയിൻ്റ് ഓഫ് എ തന്നെയാണ് അപ്പോൾ ആൻസർ വരുന്നത്. 1/1 ഇൻറ്റു അഡ്ജോയിൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് 7 - 3 -3 -1 1 0 -1 0 1. 1/1 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് അഡ്ജോയിൻ്റ് ഓഫ് എ തന്നെ ആൻസർ ആയിട്ട് കിട്ടും. -1 0 1. ഓക്കെ, ഇങ്ങനെയാണ് എ ഇൻവേഴ്സ് കണ്ടുപിടിച്ചത്. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എ അറിയണം. അഡ്ജോയിൻ്റ് ഓഫ് എ അറിയണമെങ്കിൽ കോഫാക്ടർ അറിയണം. കോഫാക്ടർ കാണാൻ അറിയണം. അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ അഡ്ജോയിൻ്റ് കിട്ടും. അത് 1/det ഓഫ് എ അഡ്ജോയിൻ്റ് ഓഫ് എ എന്നുള്ള ഇക്വേഷൻ കൊടുക്കുമ്പോൾ എ ഇൻവേഴ്സും കിട്ടും. ഇങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുന്നത്. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.